പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെ മനസ്സും മുറിഞ്ഞിരിക്കുകയാണ്. ഒരു സമാധാനവും ഒരു സ്വർഗീയ ആനന്ദവും ലഭിക്കാത്ത ജനങ്ങൾ വർദ്ധിച്ചു വരുന്നു. നമുക്കൊരു 4 ഗ്ലാസ് എടുക്കാം. ഈ 4 ഗ്ലാസ്സിലേക്ക് അതിൻ്റെ പകുതി വീതം പാലൊഴിക്കാം. ഇപ്പം 4 ഗ്ലാസ്സിലും അതിൻ്റെ പകുതി വീതം പാലൊഴിച്ചു കഴിഞ്ഞു. നമ്മൾ ആദ്യത്തെ ഗ്ലാസ്സിലേക്ക് ഒരു കഷ്ണം കല്ലെടുത്തിടാം. കല്ലിട്ടാൽ തീർച്ചയായിട്ടും പാല് വെളിയിലേക്ക് തുളുമ്പിപ്പോകും. ഇതുപോലെയാണ് ചിലരുടെ ജീവിതത്തിലേക്ക് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്നും ആത്മീയത തുളുമ്പി വെളിയിലേക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അവരുടെ സ്വഭാവം ആകെ മാറുകയാണ്. ഇനി അടുത്ത ഗ്ലാസ്സിലേക്ക് കോട്ടൺ, ഒരു കഷ്ണം പഞ്ഞി. അപ്പോൾ ഈ കോട്ടൺ ഇട്ട് കൊടുത്താൽ നമുക്കറിയാം ആ കോട്ടൺ പാലെല്ലാം വലിച്ചെടുക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെയാണ് ചിലരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അവരുടെ ജീവിതത്തിലുള്ള എല്ലാ സന്തോഷങ്ങളും ആനന്ദവും ആ പ്രശ്നം വലിച്ചെടുക്കും. അവർ പിന്നെ ജീവച്ഛവമായിട്ടാണ് ജീവിക്കുക. ഒരു ആനന്ദവുമില്ല. സ്വപ്നങ്ങൾ കാണാൻ പോലും മറന്നു പോകുന്ന ജനങ്ങൾ. ഒരു മനുഷ്യൻ ജീവിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അവൻ സ്വപ്നങ്ങൾ കാണുക എന്നത്. ഇവിടെ സ്വപ്നങ്ങളൊന്നുമില്ലാതെ, ഒരു ആനന്ദവുമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ആനന്ദം നഷ്ടപ്പെട്ടു പോയവർ, സന്തോഷവും ആത്മീയതയും നഷ്ടപ്പെട്ടു പോയവർ. ഇനി മൂന്നാമത്തെ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒരു സ്പൂണ് മണൽ ഇടാം. മണലിട്ടാൽ എന്ത് സംഭവിക്കും? ആ മണല് ഈ ഗ്ലാസിൻ്റെ അടിത്തട്ടിലേക്ക് അങ്ങ് ഊർന്ന് അവിടെ കിടക്കും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് ചിലരുടെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങളും കാഠിന്യമായ ജീവിത വ്യതകളും വന്ന് വീഴുമ്പോൾ ഒരു ആന്തരിക മുറിവായിട്ട് ആ പ്രശ്നങ്ങൾ അവരുടെ മനസ്സിൽ ആണ്ട് കിടക്കും. അതൊരു ആന്തരിക മുറിവായിട്ട് മാറും. ഇങ്ങനെയുള്ള ജീവിതങ്ങൾ അവർക്ക് മാത്രമല്ല അസ്വസ്ഥതകൾ ഉണ്ടാക്കുക, അവരുടെ കുടുംബത്തിനും അവരുടെ വേണ്ടപ്പെട്ടവർക്കും സമൂഹത്തിനും നാടിനും അവർ വല്ലാത്തൊരു ബാധ്യതയും പ്രശ്നവുമുള്ളവരായിത്തീരുന്നു. ഈ ആന്തരിക മുറിവ് മാറണമെങ്കിൽ ഒരു ആന്തരിക ധ്യാനം കൂടണം. ഇങ്ങനെയുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഇനി നാലാമത്തെ ഗ്ലാസ്സിൽ ഒരു സ്പൂൺ പഞ്ചസാര ഇടാം. എന്നിട്ട് നല്ല പോലെ ഇളക്കാം. നമ്മൾ എന്ത് ചെയ്യും? അതെടുത്ത് കുടിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയും ഒരു ജനവിഭാഗം നമ്മുടെ ചുറ്റുമുണ്ട്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും, എന്ത് സങ്കടങ്ങൾ വന്നാലും, എന്ത് കടബാധ്യതകളും രോഗങ്ങളും വന്നാലും വളരെ ഹാപ്പിയായിട്ട് ആനന്ദത്തോടെ ജീവിക്കുന്ന ഒരു ചെറിയ വിഭാഗം നമ്മുടെ ചുറ്റുമുണ്ട്. അവരുടെ എല്ലാ പ്രശ്നങ്ങളും അത് ദൈവം തരുന്ന ഒരു കുരിശായിട്ടും ദൈവം തരുന്ന വലിയൊരു ആനന്ദമായിട്ടും അവർ മാറ്റുന്നു. അവരെല്ലാം സ്വീകരിക്കുന്നു. എന്നിട്ട് അവർ ആനന്ദത്തോടെ, അവർക്ക് ഞെരുക്കങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, രോഗമുണ്ട്, തകർച്ചയുണ്ട്. എന്നാലും അവരുടെ മുഖത്തെന്നും ചിരിയാണ്. അവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നാടിന് വേണ്ടിയിട്ടും ഇടവയ്ക്ക് വേണ്ടിയൊക്കെ ഓടി നടക്കുന്നു. ഇതാണ് ആത്മീയ മനുഷ്യര്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ മനുഷ്യരെ പോലെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, ഞെരുക്കങ്ങളുണ്ടെങ്കിലും, പ്രയാസങ്ങളുണ്ടെങ്കിലും, ബുദ്ധിമുട്ടുണ്ടെങ്കിലും, രോഗമുണ്ടെങ്കിലും അതെല്ലാം എൻ്റെ ഈശോ തരുന്നതാണ്. ഞാനത് കുടിച്ചേ തീരൂ എന്നൊരു ബോധ്യത്തിൽ, ഈ കുരിശ് ഞാൻ വഹിച്ചേ തീരൂ എന്നൊരു ബോധ്യത്തിൽ ജീവിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പരിശുദ്ധ അമ്മ വഴി സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ
സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.